ആർക്കും ആരോടും ആകർഷണവും പ്രണയവും സ്നേഹവും ഒക്കെ തോന്നാം. അതൊരു തെറ്റല്ല. എന്നാൽ ഈ ഇഷ്ടവും പ്രണയവുമൊക്കെ അതിൻ്റെ പരിധി കടന്നാൽ അത് ജീവിതം തന്നെ അപകടത്തിലാക്കിയേക്കാം. അത്തരത്തിൽ 3 ജീവിതങ്ങൾ തകർന്ന കഥയാണിത്. സംഭവം നടക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ നെബ്രാസ്കയിലെ ഒമാഹ പട്ടണത്തിലെ ഡേവ് ക്രൗപ്പ എന്നൊരു ചെറുപ്പക്കാരനാണ് ഈ കഥയിലെ നായകൻ. ഡേവ് ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ 2 സ്ത്രീകളെ പരിചയപ്പെട്ടു. ഇത് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇതിൽ ഒരു സ്ത്രീയെ കാണാതായത്, ഇതിനെ തുടർന്നുണ്ടായ വധഭീഷണി, ഒരുപാട് കാലത്തെ മാനസിക പീഡനം, ഇതൊക്കെ അയാളെ വല്ലാതെ അലട്ടി. തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഡേവ് പോലീസിൽ പരാതി കൊടുത്തു. പക്ഷെ ഒരു തുമ്പും കിട്ടാതെ ആ കേസന്വേഷണം പാതി വഴിയിൽ നിലച്ചു. ദിവസങ്ങൾ കഴിയും തോറും അയാളുടെ ജീവിതം കൂടുതൽ പ്രശ്നങ്ങളിൽ ചെന്നുപെട്ടു. പക്ഷെ കുറേ കാലം ഇങ്ങനെ എങ്ങ് പോയെങ്കിലും ഒടുവിൽ സത്യം മറനീക്കി പുറത്തു വന്നു. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ ഡേവും അന്വേഷണ ഉദ്യോഗസ്ഥരും പകച്ചു നിന്നു. കൊല്ലം 2012. ഡേവ് വിവാഹിതനായിരുന്നു. ഭാര്യ എമി ഫ്ലോറ. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഡേവിന് ഫ്ലോറയെ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. പരസ്പര ധാരണയോടെയായിരുന്നു അവർ രണ്ടുപേരും പിരിഞ്ഞത്. ഡേവിനും എമിക്കും 2 മക്കളും ഉണ്ടായിരുന്നു. അവരാകട്ടെ വിവാഹമോചനത്തിനു ശേഷം എമിക്കൊപ്പമായിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞ് ഡേവ് നേരെ പോയത് ഒമാഹയിലേക്കായിരുന്നു. അവിടെ അയാൾ ഒരു കാർ വർക്ക്ഷോപ്പ് തുടങ്ങി. അവധി ദിവസങ്ങളിലൊക്കെ ഡേവ് തൻ്റെ മുൻ ഭാര്യ എമിയുടെ വീട്ടിലെത്തി മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കും. അങ്ങനെ അയാളുടെ ജീവിതം ശാന്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഒറ്റപ്പെടൽ അയാളെ വല്ലാതെ അലട്ടിയിരുന്നു. തനിക്ക് ആരുമില്ലെന്നും താൻ ഒറ്റയ്ക്കാണെന്നുമുള്ള തോന്നൽ അയാളെ വല്ലാതെ വിഷമിപ്പിച്ചു. തനിക്കൊരു പങ്കാളി വേണം. ഡേവ് അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ അയാൾ ഒരു ഡേറ്റിംഗ് വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തു. എനിക്ക് ഗൗരവമുള്ള ഒരു പ്രണയത്തിന് താല്പര്യമില്ല. വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരിയെ വേണം. തുറന്നു സംസാരിക്കണം. എന്നോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണം. പരസ്പരം കടിഞ്ഞാണില്ലാത്ത സ്വതന്ത്രമായൊരു ബന്ധം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് ഡേവ് പരസ്യം ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഒരു ദിവസം ഷാന എലിസബത്ത് ഗോളിയാർ എന്നൊരു യുവതിയുടെ മെസ്സേജ് അയാൾക്ക് കിട്ടി. അവളൊരു വിവാഹമോചിതയായിരുന്നു. 2 കുട്ടികളും അവർക്കുണ്ടായിരുന്നു. ലിസ് എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. മൃഗങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ലിസ് പട്ടിയെയും പൂച്ചയെയും പാമ്പിനെയും ഒക്കെ വളർത്തിയിരുന്നു വീട്ടിൽ. ലിസിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഡേവിന് അവളെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ആജീവനാന്ത ബന്ധത്തിന് തനിക്ക് താല്പര്യമില്ലെന്ന് ഡേവ് ആദ്യമേ തന്നെ ലിസിനോട് തുറന്നു പറഞ്ഞു. അവൾക്കും അതേ ചിന്താഗതിയായിരുന്നു. താനുമായുള്ള ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളുമായി ഡേറ്റിംഗ് നടത്തുന്നതിന് തനിക്ക് എതിർപ്പില്ലെന്ന് ലിസ് ഡേവിന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ 2 പേരുടെയും ബന്ധം യാതൊരു തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് ഡേവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അവർ കാണും. രാത്രി ഒരുമിച്ച് കഴിയും. ഇതായിരുന്നു അവരുടെ രീതി. ഒരു ദിവസം തൻ്റെ വർക്ക്ഷോപ്പിൽ എന്തോ അത്യാവശ്യ പണിയിലായിരുന്നു ഡേവ്. ആ സമയത്ത് ഒരു സ്ത്രീ അവളുടെ കാറിൻ്റെ തകരാറ് കാണിക്കാനായി ആ വർക്ക്ഷോപ്പിൽ വന്നു. കാരി ഫെർവർ എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ കാറിൻ്റെ തകരാർ പെട്ടെന്ന് തന്നെ ഡേവ് പരിഹരിച്ചു കൊടുത്തു. എന്തുകൊണ്ടോ അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ഡേവിന് വല്ലാതെ ഇഷ്ടമായി. കാറ് നന്നാക്കി പണവും കൊടുത്ത് കാരി അവളുടെ വഴിക്ക് പോയി. പക്ഷെ പിന്നീട് ഒരിക്കലും അവളെ കാണുമെന്ന് ഡേവ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഡേറ്റിംഗ് ആപ്പിൽ തിരയുകയായിരുന്നു ഡേവ്. അപ്പോഴതാ ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന ആ സ്ത്രീയുടെ പ്രൊഫൈൽ. അതെ, കാരി തന്നെയായിരുന്നു അത്. അങ്ങനെ ഡേവ് അവൾക്ക് റിക്വസ്റ്റ് അയച്ചു. അവളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർ ചാറ്റ് ചെയ്തു തുടങ്ങി. ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അവർ വീണ്ടും കണ്ടു. തൻ്റെ മകനോടും അമ്മയോടും ഒപ്പമാണ് അവൾ താമസിക്കുന്നത്. തൻ്റെ കഴിഞ്ഞ കാലമെല്ലാം ഡേവ് കാരിയോട് പറഞ്ഞു. ലിസിനോട് പറഞ്ഞ അതേ നിബന്ധനകൾ അയാൾ കാരിയോടും പറഞ്ഞു. അവൾക്കും അത് സമ്മതമായിരുന്നു. പിന്നീട് അവർ ഇടയ്ക്കിടെ കാണും, ഒന്നിച്ചു കഴിയും. കാരി തൻ്റെ അമ്മയോട് പറഞ്ഞത്, ഞാനും ഡേവും തമ്മിൽ ഡേറ്റിങ്ങിലാണ്, അല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാരിയുമായി ഡേവ് തൻ്റെ ഫ്ലാറ്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി ലിസ് അവിടെ കയറി വന്നു. അവളുടെ ഏതോ ഡ്രസ്സുകൾ എടുക്കാനായിരുന്നു അവൾ വന്നത്. കാരിയെ ഡേവ് ലിസിന് പരിചയപ്പെടുത്തി. തൻ്റെ ഡ്രസ്സുകളും എടുത്ത് ലിസ് മടങ്ങിപ്പോവുകയും ചെയ്തു. തന്നോടൊപ്പം കുറച്ചു ദിവസം താമസിക്കാൻ ഡേവ് കാരിയോട് പറഞ്ഞു. അവളാകട്ടെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ തിരക്കിലുമായിരുന്നു. ഡേവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തു തന്നെയായിരുന്നു കാരിയുടെ ഓഫീസും. എന്തായാലും കാരി ഡേവിനോടൊപ്പം താമസമാക്കി. 2012 നവംബർ 12 ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് കാരി ഡേവിനോട് യാത്ര പറഞ്ഞിറങ്ങി. അവൾ പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡേവ് തൻ്റെ വർക്ക്ഷോപ്പിലേക്കും പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഡേവിന് കാരിയുടെ ഒരു മെസ്സേജ് കിട്ടി. അയാൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു നോക്കി. ഞാൻ സ്ഥിരമായി നിങ്ങളോടൊപ്പം താമസിക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്.
ഹേയ്, എനിക്ക് താല്പര്യമില്ല, ഞാനത് ആദ്യമേ പറഞ്ഞതാണല്ലോ എന്ന് ഡേവ് മറുപടി അയക്കുകയും ചെയ്തു. നിങ്ങളെ ഇനി എനിക്ക് കാണണ്ട, നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്, നിങ്ങളെൻ്റെ ജീവിതം നശിപ്പിച്ചു. ഇങ്ങനെയൊക്കെ കാരി അയാൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. കാരിയുടെ പെട്ടെന്നുള്ള മനംമാറ്റത്തിന് കാരണം എന്തായിരിക്കുമെന്ന ചിന്ത ഡേവിനെ വല്ലാതെ അലട്ടി. അയാൾ അവളെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ കാരിയുടെ അമ്മ നാൻസി അയാളെ വിളിച്ചു. തനിക്ക് കാൻസാസിലേക്ക് ട്രാൻസ്ഫറായെന്നും തൻ്റെ മകനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും കാരി തന്നെ വിളിച്ചു പറഞ്ഞെന്നും തനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു നാൻസി ഡേവിനോട് പറഞ്ഞത്. കാരി തന്നെ വിളിച്ച് അവസാനമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡേവ് അവളുടെ അമ്മയോട് പറഞ്ഞു. അവർക്കാകട്ടെ ഒരു എത്തും പിടിയും കിട്ടിയുമില്ല. അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കുമെന്ന് ഡേവ് സ്വയം ആശ്വസിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കാരിയെക്കുറിച്ചുള്ള ഒരു വിവരവും അറിഞ്ഞില്ല. അവളുടെ അമ്മയ്ക്ക് ആകെ പരിഭ്രമമായി. കാരിയെ കാണാതായതിനു ശേഷം അവളുടെ സഹോദരൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന വിവാഹം കഴിഞ്ഞു. ആ വിവാഹത്തിനും അവളുടെ അപ്പൻ്റെ ഓർമ്മ ദിനത്തിനും ഒന്നും അവൾ വന്നില്ലെന്ന് മാത്രമല്ല, ഒന്ന് വിളിക്കുക കൂടി ചെയ്തില്ല. അങ്ങനെ അവർ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് കാരിയെ വിളിച്ചു. തനിക്ക് ആരോടും ഒന്നും പറയാനില്ലെന്നും തന്നെ വെറുതെ വിടണമെന്നുമായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ അവളുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ നിരാശയായിരുന്നു ഫലം. അവളുടെ കാറാകട്ടെ റോഡരികിൽ ഒരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിന്നീട് കണ്ടെത്തി. അപ്പോഴെല്ലാം പല നമ്പറുകളിൽ നിന്ന് ഡേവിന് കാരി മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരുന്നു. നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിൻ്റെ ജീവിതവും ഞാൻ നശിപ്പിക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള ഭീഷണി മെസ്സേജുകളായിരുന്നു അതെല്ലാം. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ മറ്റൊരു നമ്പറിൽ നിന്ന് മെസ്സേജ് വരും. ചില ദിവസങ്ങളിൽ യാതൊരു ശല്യവും ഉണ്ടാകാറില്ല. പക്ഷെ പിന്നീട് കൂടുതൽ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഡേവ് തൻ്റെ ഫോൺ നമ്പർ മാറ്റി. പക്ഷേ അതുകൊണ്ടും കാര്യമുണ്ടായില്ല. എങ്ങനെയെങ്കിലും നമ്പർ തപ്പിയെടുത്ത് വീണ്ടും മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കും. കാരിയുടെ ഭീഷണി കടുത്തതോടെ ഡേവ് വല്ലാത്ത മാനസിക സംഘർഷത്തിലായി. അയാളുടെ ആരോഗ്യം ക്ഷയിച്ചു. തൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായി ഡേവ്. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ലിസ് ഓടിക്കിതച്ച് ഡേവിൻ്റെ അടുത്തെത്തി. വല്ലാത്ത പരിഭ്രാന്തിയിലായിരുന്നു അവൾ. കാരി തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മെസ്സേജുകൾ അയക്കുകയാണെന്നും വല്ലാതെ പേടിയാകുന്നെന്നും ലിസ് പറഞ്ഞു. കാരി അയച്ച മെസ്സേജുകളൊക്കെ ലിസ് ഡേവിനെ കാണിച്ചു. കുടുംബത്തോടെ ഇല്ലാതാക്കുമെന്നും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുമൊക്കെയായിരുന്നു ആ മെസ്സേജുകൾ. താൻ കാരണം മറ്റൊരാൾക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഡേവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കാണിച്ചുകൊണ്ട് അയാൾ പോലീസിന് പരാതി കൊടുത്തു. പോലീസ് കാരിയെ വിളിച്ചു. പക്ഷേ അവൾ പോലീസുമായി സഹകരിക്കാൻ തയ്യാറായില്ല. പോലീസിൽ പരാതി കൊടുത്തത് കാരിയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. ലിസിനെയും മക്കളെയും ഉൾപ്പെടെ കൊല്ലുമെന്നായി പിന്നീട് കാരിയുടെ ഭീഷണി. പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും പോലീസിന് കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലിസിൻ്റെ വീടിന് തീ പിടിച്ചു. അവളപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. മക്കൾ സ്കൂളിലുമായിരുന്നു. പക്ഷേ അവൾ ഓമനിച്ച് വളർത്തിയിരുന്ന പൂച്ചകളും നായ്ക്കുട്ടിയും വെന്തു ചത്തു. ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഡേവിന് കാരിയുടെ മെസ്സേജ് കിട്ടി. കണ്ടില്ലേ, എനിക്ക് എന്തും സാധിക്കും. ലിസിനെ മാത്രമല്ല, നിനക്ക് ആരൊക്കെയായി ബന്ധമുണ്ടോ അവരെ എല്ലാം ഞാൻ നശിപ്പിക്കും. ഇനി നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു ആ മെസ്സേജുകൾ. താൻ കാരണമാണല്ലോ ലിസിൻ്റെ വീട് കത്തിയതെന്നും അവളുടെ ഓമന മൃഗങ്ങൾ ചത്തത് എന്നുമുള്ള ചിന്ത ഡേവിനെ മാനസികമായി തകർത്തു. അങ്ങനെ ലിസ് ഡേവിൻ്റെ വീട്ടിൽ സ്ഥിര താമസമാക്കി. ലിസ് ആകട്ടെ അയാളെ കുറ്റപ്പെടുത്താനൊന്നും പോയില്ല. മറിച്ച് അവർ തമ്മിൽ മാനസികമായി കൂടുതൽ അടുത്തു. പക്ഷേ മറ്റൊരു ചിന്ത ഡേവിനെ ഭയപ്പെടുത്തി. ഇനി കാരി തൻ്റെ മക്കളെ ഉപദ്രവിക്കുമോ എന്നായിരുന്നു അയാളുടെ പേടി. അങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഡേവ് വീട്ടിലെത്തുമ്പോൾ കണ്ട കാഴ്ച തൻ്റെ വീടിൻ്റെ ജനാലച്ചില്ലുകൾ ആരോ തകർത്തിട്ടിരിക്കുന്നതാണ്. ലിസിൻ്റെ വീട്ടിൽ തീവയ്പുണ്ടായതിനു ശേഷമാണ് ഈ കേസ് പോലീസ് കൂടുതൽ ഗൗരവത്തിലെടുത്തത്. അപ്പോഴേക്കും കാരിയെ കാണാമറയത്തായിട്ട് 2.5 വർഷം കഴിഞ്ഞിരുന്നു. ഡിറ്റക്റ്റീവുമാരായ റയാൻ അൽവിസും ജിം ഡോട്ടിയുമായിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ കാരി യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഉള്ള ആളായിരുന്നില്ല. അവൾക്ക് മാനസിക പ്രശ്നങ്ങളുമില്ലായിരുന്നു. ഡേവിനോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരിയുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ സ്വന്തം വീട് വിട്ടിറങ്ങിയത് എന്തിനായിരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തെ വല്ലാതെ കുഴക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാഷണൽ പാർക്കിൽ നടക്കാൻ പോയതായിരുന്നു ലിസ്. പെട്ടെന്ന് അവളെ ആരോ വെടിവെച്ചു. വെടിയേറ്റത് കാലിലാണ്. പോലീസ് സംഭവ സ്ഥലത്തെത്തി. അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനിടയിൽ ലിസ് പോലീസിനോട് പറഞ്ഞു, എന്നെ വെടിവെച്ചത് ഒരു സ്ത്രീയാണ്. അവർ ഓടി മറയുന്നത് ഞാൻ കണ്ടു. പക്ഷേ അത് കാരിയല്ല, സേവിൻ്റെ മുൻ ഭാര്യ എമിയാണ്. പോലീസ് നേരെ എമിയുടെ വീട്ടിലെത്തി. അവളെ ചോദ്യം ചെയ്തു. പക്ഷേ അവൾ ഈ വെടി വെച്ച സമയത്ത് തൻ്റെ മക്കളോടും കൂട്ടുകാരോടുമൊപ്പം
തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് പോലീസിനെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. ഇതിനിടയിൽ ലിസിനെ ചികിത്സിച്ച ഡോക്ടർമാർ ഒരു കാര്യം കണ്ടെത്തി. ലിസിനെ വെടിവെച്ചിരിക്കുന്നത് ദൂരെ നിന്നല്ല, ക്ലോസ് റേഞ്ചിൽ നിന്നാണ്. ക്ലോസ് റേഞ്ചിൽ നിന്ന് വെടിവെച്ചാലേ അത്തരത്തിലൊരു മുറിവുണ്ടാകും. പക്ഷേ ലിസ് പറയുന്നത് കുറച്ച് ദൂരെ നിന്നാണ് വെടിവെച്ചത് എന്നാണ്. അതിലെന്തോ അസ്വാഭാവികതയുണ്ടെന്ന് പോലീസിന് തോന്നി. കാണാതാകുന്ന ദിവസം സ്വന്തം കാറിലാണ് കാരി ഡേവിൻ്റെ വീട്ടിൽ നിന്ന് പോയത്. ആ കാറാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. ആ കാറ് പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നില്ല. പക്ഷേ ഈ വെടിവയ്പ് സംഭവം ഉണ്ടായപ്പോൾ ആ കാറ് വിശദമായി പരിശോധിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ പാസഞ്ചർ സീറ്റിൽ എന്തോ കറ പുരണ്ടിരിക്കുന്നത് കണ്ടു. സീറ്റ് കവർ മാറ്റി നോക്കിയപ്പോൾ രക്തക്കറയാണ് അതെന്ന് മനസ്സിലായി. ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ അത് കാരിയുടെ രക്തമാണെന്ന് തിരിച്ചറിഞ്ഞു. അതോടെ കാരി കൊല്ലപ്പെട്ടിരിക്കാമെന്നായി പോലീസിന്റെ സംശയം. കാരി ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ ഡേവിന് മെസ്സേജുകൾ അയക്കുന്നത് ആരാണ്? അവളെ കൊലപ്പെടുത്തിയതിനു ശേഷം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായി ഡേവും ലിസും കൂടി നടത്തുന്ന നാടകമാണോ ഇതെല്ലാം? ഈ ചോദ്യങ്ങളുടെ പിന്നാലെയായി പോലീസ്. അങ്ങനെ ഡേവിൻ്റെയും ലിസിൻ്റെയും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും എല്ലാം പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചു. എന്നാൽ അതിൽ സംശയിക്കത്തക്കതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലിസിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു മെമ്മറി കാർഡ് റിക്കവർ ചെയ്തപ്പോൾ പോലീസ് ഞെട്ടി. ഡേവിൻ്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ ചിത്രങ്ങൾ, ഡേവിന് കിട്ടിയ 50,000-ഓളം ഭീഷണി സന്ദേശങ്ങൾ, ഇതൊക്കെ ആ മെമ്മറി കാർഡിലുണ്ടായിരുന്നു. മെസ്സേജ് ഏത് സമയത്ത് അയക്കണോ ആ സമയം മുൻകൂട്ടി സെറ്റ് ചെയ്തു വെക്കാനുള്ള ആപ്പ് ലിസിൻ്റെ ഫോണിലുണ്ടായിരുന്നു. ലിസ് ഡേവിനോടൊപ്പം ഉള്ളപ്പോൾ പോലും ഇത്തരത്തിൽ ഭീഷണി മെസ്സേജുകൾ അയാൾക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ലിസിന് സംശയവും തോന്നിയില്ല. ആ മെമ്മറി കാർഡിൽ നിന്ന് ഭയപ്പെടുത്തുന്ന മറ്റു ചില തെളിവുകൾ കൂടി പോലീസിന് കിട്ടി. കാരിയുടെ അഴുകിയ മൃതദേഹത്തിൻ്റെ ചിത്രങ്ങളായിരുന്നു അത്. ലിസിൻ്റെ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവൾ പലവട്ടം ഡേവിൻ്റെ മുൻ ഭാര്യ എമിയുടെ വീടിൻ്റെ പരിസരത്ത് പോയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. പിന്നെ താമസിച്ചില്ല, ലിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൾ ആദ്യമെല്ലാം നിഷേധിച്ചു. പക്ഷേ തെളിവുകൾ നിരത്തിയുള്ള പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി. ഒരു നിബന്ധനകളും ഇല്ലാതെയാണ് ഡേവുമായി ബന്ധം തുടങ്ങിയതെങ്കിലും കാരിയുമായുള്ള ഡേവിൻ്റെ ബന്ധം ലിസിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെങ്കിലും ഡേവിന് വിവാഹം കഴിക്കാൻ കഴിയുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. കാരി വന്നതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. അങ്ങനെയാണ് അവളെ കൊല്ലാൻ ലിസ് പദ്ധതിയിട്ടത്. 2012 നവംബർ 13 കാരി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. അവളുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഡേവിൻ്റെ വീടിൻ്റെ പരിസരത്തു തന്നെ ലിസ് ഉണ്ടായിരുന്നു. ലിസ് കാരിയുടെ കാറിനെ പിന്തുടർന്നു. ഇടയ്ക്ക് CCTV ക്യാമറകളൊന്നുമില്ലാത്ത വിജനമായൊരിടത്ത് വെച്ച് കാരിയുടെ കാറ് അവൾ തടഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് എന്ന് കാരിക്ക് മനസ്സിലാകുന്നതിന് മുമ്പേ ലിസ് ഡോറ് തുറന്ന് കാറിനകത്തേക്ക് കയറി. പരിഭ്രാന്തയായി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കാരിയെ ലിസ് തുരുതുരാ കുത്തി. കൊല്ലപ്പെട്ട കാരിയുടെ മൃതദേഹം അവൾ അവിടെ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് കാറ് കഴുകി വൃത്തിയാക്കി വഴിയരികിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് അവൾ നേരെ പോയത് ഡേവിൻ്റെ വീട്ടിലേക്കായിരുന്നു. ആ സമയത്ത് അവിടെ അയാൾ ഉണ്ടാകില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. ഡേവിൻ്റെ വീട്ടിലെത്തിയ ലിസ് കാരിയുടെ ഡ്രസ്സുകളും ക്യാമറയും ബാഗും ഒക്കെ എടുത്തു. എന്നിട്ടാണ് കാരിയുടെ പേരിൽ ഡേവിനും കാരിയുടെ അമ്മ നാൻസിക്കും മെസ്സേജുകൾ അയച്ചു തുടങ്ങിയത്. താനും കാരിയുടെ ഒരു ഇരയാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിരുന്നു സ്വയം ഭീഷണി സന്ദേശങ്ങൾ അയച്ചതും വീടിന് തീവച്ചതുമൊക്കെ. ആ ശ്രമത്തിൽ ലിസ് വിജയിക്കുകയും ചെയ്തു. ആദ്യം ഡേവ് പരാതി കൊടുത്തപ്പോൾ പോലീസ് അത് ഗൗരവമായി എടുത്തില്ല. അതുകൊണ്ട് തന്നെ പല തെളിവുകളും കണ്ടെടുക്കാനുമായില്ല. കാരിയുടെ വസ്ത്രങ്ങളും ബാഗും ക്യാമറയും ഒക്കെ പിന്നീട് ലിസിൻ്റെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഡിജിറ്റൽ തെളിവുകളും കാറിൽ നിന്ന് കിട്ടിയ കാരിയുടെ മുടിയുടെ DNA പരിശോധനയും കേസന്വേഷണത്തിൽ നിർണായകമായി. 2017 ഈ കേസിൻ്റെ വിചാരണ തുടങ്ങി. ഈ വിചാരണയ്ക്കിടയിലൊക്കെ താൻ നിരപരാധിയാണ്, തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടിലായിരുന്നു ലിസ. പക്ഷേ പ്രോസിക്യൂഷൻ്റെ പല ചോദ്യങ്ങൾക്കും അവൾ മിണ്ടിയില്ല. പോലീസ് കണ്ടെടുത്ത തെളിവുകൾക്കൊന്നും വിശദീകരണം കൊടുക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടും കാരിയുടെ മൃതദേഹം എന്തു ചെയ്തു എന്ന് മാത്രം അവൾ പറഞ്ഞില്ല. കാരിയെ കൊലപ്പെടുത്തിയതിനും ആൾമാറാട്ടം നടത്തിയതിനും ലിസിന് കോടതി വിധിച്ചത് ജീവപര്യന്തമാണ്. മൃതദേഹം കണ്ടെടുക്കാതെ പ്രതിക്ക് ശിക്ഷ വിധിച്ച അപൂർവം കേസുകളിൽ ഒന്നായിരുന്നു കാരി കൊലക്കേസും. ജീവപര്യന്തം ശിക്ഷ കിട്ടിയ അവളെ നെബ്രാസ്കയിലെ പ്രത്യേക ജയിലിലേക്ക് കൊണ്ടുപോയി. സ്റ്റോക്കിംഗ് എന്ന മനോവൈകല്യമായിരുന്നു ലിസിന്. ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഭ്രാന്തമായ ഇഷ്ടം. ഈ അവസ്ഥ എത്രത്തോളം ഭീകരമാണ് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കേസ്.